ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമല സ്വർണ്ണക്കടത്തിലെ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണ്? ആരുടെ അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി? തെളിവിത പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുറച്ച് ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്നത്, സോണിയാഗാന്ധിക്ക് കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നത്, ഇതെല്ലാം നാം കണ്ടതാണ്. ഇപ്പോഴിതാ കൂടുതൽ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഒരു ഫോട്ടോ പ്രേക്ഷകർ കാണുന്നുണ്ടാകും. സോണിയാഗാന്ധി ഒരു ഉപഹാരം സ്വീകരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തിൽ, ആ ഫോട്ടോയിൽ ഇങ്ങേ അറ്റത്ത് അടൂർ പ്രകാശുണ്ട്, UDF കൺവീനർ. അങ്ങേ അറ്റത്ത് സോണിയാഗാന്ധിയുടെ തൊട്ടു പിറകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. എന്ന് വെച്ചാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ഏത് വഴിക്കായിരിക്കും? കോൺഗ്രസ് നേതാവായ MP ആയ അടൂർ പ്രകാശിന്റെ കൂടെയാണ്. കാരണം ആ ഫോട്ടോയിൽ അത് വ്യക്തമാണ്. അടുത്ത ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് കയ്യിൽ ചരടോ നെക്ലേസോ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണ്. ചരട് ആകാനാണ് സാധ്യത. തൊട്ടു പിറകിൽ നിൽക്കുന്നത് ആരാണ്? പ്രേക്ഷകർക്ക് കാണാം. ആന്റോ ആന്റണി MP, പത്തനംതിട്ട MP, മുതിർന്ന കോൺഗ്രസ് നേതാവ്. പത്തനംതിട്ടയിലാണ് ശബരിമല. എത്രമാത്രം ബന്ധമുണ്ട് പത്തനംതിട്ട MP-യുമായി, ആന്റോ ആന്റണിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നതിൻ്റെ തെളിവാണ്. ഇതും സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ. അടുത്ത ഫോട്ടോ നോക്കൂ. ആ ഫോട്ടോയിൽ ആരൊക്കെയുണ്ട്? പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അടുത്ത് നിൽക്കുന്നത് സോണിയാഗാന്ധി. സോണിയാഗാന്ധിക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ആന്റോ ആന്റണി MP. അതിനപ്പുറത്ത് നിൽക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനുമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായും അടുത്ത ബന്ധമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് മനസ്സിലായില്ലേ? അടുത്തത് UDF കൺവീനർ അടൂർ പ്രകാശ് ഒരു ഉപഹാരം സ്വീകരിക്കുന്ന ചിത്രമാണ്. തൊട്ടടുത്ത് മഞ്ഞ ജുബ്ബയിട്ട്, തിളങ്ങുന്ന മഞ്ഞ ജുബ്ബയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്രമാത്രം അടുത്ത ബന്ധമാണ് അടൂർ പ്രകാശിനുള്ളത് എന്നതിൻ്റെ തെളിവാണ് ഈ ഫോട്ടോ. നേരത്തെ സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സംഘത്തെയും എത്തിച്ചത് അടൂർ പ്രകാശാണ് എന്ന് നേരത്തെ മനസ്സിലായിരുന്നു. ആ ഫോട്ടോ പ്രേക്ഷകർ കണ്ടതാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അന്നെടുത്ത ഫോട്ടോയല്ല. ഇത് വേറൊരു സ്ഥലത്ത് വെച്ച് വേറെ ഡ്രസ്സിലാണ് രണ്ടുപേരും നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് മറ്റൊരിടത്ത് വെച്ചെടുത്ത ഫോട്ടോയാണ് എന്ന് വ്യക്തമാകും. ഉപകാരം സ്വീകരിക്കുകയാണ്. അടുത്തത് ഒരു ചടങ്ങിൻ്റെ ഫോട്ടോയാണ്. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം ഷർട്ടിടാതെ വേഷ്ടിമുണ്ട് പുതച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം, തൊഴുതുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം കാണാം. അതിന് തൊട്ടിപ്പുറത്ത് മറ്റൊരാളുണ്ട്. ഇപ്പോഴത്തെ BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ KS രാധാകൃഷ്ണൻ. ആ ഫോട്ടോയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നു, നീല ജുബ്ബയൊക്കെ ഇട്ട് നമ്മുടെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്ന് വെച്ചാൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എവിടെയുണ്ടോ, ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് എന്നാണ്. ഇവിടെ ഒരാൾ കൂടി കൂടുതലുണ്ട്. KS രാധാകൃഷ്ണനാണ്. അദ്ദേഹം അന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് BJP-യിലാണോ അതോ കോൺഗ്രസിലാണോ എന്നറിയില്ല. എന്തായാലും KS രാധാകൃഷ്ണനും കൂടെയുണ്ട്. മറ്റൊന്ന് ഒരു പൊതുപരിപാടിയാണ്. ഒരു പൊതുപരിപാടിയിൽ പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്ന ദൃശ്യമാണ്, ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. UDF കാലത്ത് പോറ്റി ശബരിമലയിലെ പ്രധാനി പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം പോറ്റി വേദി പങ്കിടുന്ന ചിത്രങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡിന് താഴെയാണ് ഈ ഫോട്ടോ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഫോട്ടോ. ആ ഫോട്ടോയിൽ പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്, തന്ത്രിയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഇതാ മറ്റൊരാൾ കൂടിയുണ്ട്. ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ കൂടെ നിൽക്കുന്ന ഫോട്ടോ. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളുമായി, എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതിൻ്റെ തെളിവാണ്. ഇനി മറ്റൊന്ന്, ശബരിമലയുടെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. തൊട്ടടുത്ത് അജയ് തറയിലുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർ ഏതോ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ തൊഴുതു നിൽക്കുന്ന ദൃശ്യം.
അയ്യപ്പനെ തൊഴുതു നിൽക്കുന്ന ദൃശ്യമാണ്. ആൾക്കൂട്ടത്തിന് ഇടയിൽ അവിടെയുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടെയുമുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ, അവിടെയുമുണ്ട് അജയ് തറയിൽ. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളുമായി പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അജയ് തറയിൽ ദേവസ്വം ബോർഡ് മെമ്പർ, ഇപ്പോഴത്തെ UDF കൺവീനർ, അന്നത്തെ MP അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റണി, ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന, ശബരിമലയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് സ്വതന്ത്രമായി കടന്നു ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ നേതാക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് മറുപടി പറയണം. ആരൊക്കെ പറയണം? ആന്റണി പറയണം, അടൂർ പ്രകാശൻ പറയണം. ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇതാ CPM-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം, പോറ്റിയെ കയറ്റിയെ ശബരിമലയിൽ എന്ന് പറഞ്ഞ് പാരഡി ഗാനം അത് ആലപിച്ച് നടക്കുന്നത് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ. ഇനിയിപ്പോൾ അറസ്റ്റിലായ ആളുകളെ ഒന്ന് പരിശോധിക്കൂ. 2 പേർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, CPM-മായി ബന്ധപ്പെട്ടവരുണ്ട്, CPIM-മായി ബന്ധപ്പെട്ടവരുണ്ട്. പക്ഷേ അറസ്റ്റിലായ ജീവനക്കാരുടെ എണ്ണം, അവരുടെ രാഷ്ട്രീയം എല്ലാം കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡിലെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായവർ, സജീവ പ്രവർത്തകർ എല്ലാവരുമുണ്ട് കേസിൽ പ്രതികൾ. എന്നിട്ടും പറയുന്നു CPIM ആണ്, എന്നിട്ടും പറയുന്നു CPIM ആണ് ശബരിമലയിലെ സ്വർണം കടത്തിയത്, പോറ്റിയുമായി ബന്ധം CPIM നേതാക്കൾക്കാണ് എന്ന് പറഞ്ഞ് പരത്തി കള്ളം പ്രചരിപ്പിക്കുകയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു പാരഡി ഗാനവും ആ ഗാനം ആലപിച്ച് നടക്കുന്ന കോൺഗ്രസ് നേതാക്കളെയുമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ആളുകളെ കുറച്ചു കാലത്തേക്ക് വിഡ്ഢികളാക്കാൻ പറ്റും, എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല എന്ന് UDF തിരിച്ചറിയുന്നത് നന്ന്.